കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. സാന്ത്വന പ്രവർത്തനങ്ങളെ കൂടുതൽ ശാസ്ത്രീയമാക്കാൻ അവേക്ക് 2K26 വണ്ടൂർ സോൺ തല പരിശീലന പരിപാടി കാളികാവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ സംഘടിപ്പിച്ചു. വണ്ടൂർ സോണിലെ 8 പാലിയേറ്റീവുകളിൽ നിന്നുള്ള പ്രധാന ഭാരവാഹികൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്ലിനിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഷയത്തിലാണ് പാലിയേറ്റീവ് കെയർ വണ്ടൂർ സോണിന്റെ നേതൃത്വത്തിൽ അവേക്ക് 2K26 പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ചോക്കാട്, കാളികാവ്, വാണിയമ്പലം, കനിവ്, പോരൂർ, തിരുവാലി, മമ്പാട്, എടവണ്ണ എന്നീ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ നിന്നായി 50 പേർ പരിശീലന പരിപാടികളിൽ പങ്കെടുത്തു. ക്ലിനിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വിഷയത്തിൽ പരിശീലനത്തിന്റെ ആവശ്യകതയും ക്ലിനിക് ഭാരവാഹികൾക്ക് ആവശ്യം അറിയേണ്ട കാര്യങ്ങളുമാണ് അവേക്ക് 2K26 പരിപാടിയിൽ പരിശീലനം നൽകിയത്. പാലിയേറ്റീവ് എംപവർമെന്റിന്റെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പാലിയേറ്റീവ് പ്രവർത്തക സമിതി മലപ്പുറം ഈസ്റ്റിന് കീഴിലുള്ള 75ഓളം പാലിയേറ്റീവ് ക്ലിനിക്കുകളുടെ പ്രധാന ഭാരവാഹികൾക്ക് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ മുതൽ പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യവും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിനായി വ്യത്യസ്തങ്ങളായ 3 ദിവസങ്ങളിലേക്കായുള്ള 9 മണിക്കൂർ പരിശീലനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പരിശീലനം മലപ്പുറം ഈസ്റ്റ് ജില്ലാ പാലിയേറ്റീവ് സംവിധാനത്തിന് കീഴിലുള്ള 75ഓളം ക്ലിനിക്കുകൾ, അതിലെ മുഴുവൻ പ്രധാന ഭാരവാഹികളെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. ഈ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി ക്ലിനിക്കുകളുടെ കൂട്ടായ്മയായ സോണൽ കമ്മിറ്റികളിലൂടെയാണ് ഈ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ, അതായത് ഈസ്റ്റ് ഭാഗത്ത് 11ഓളം സോണുകളായിട്ടാണ് നമ്മുടെ ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കാളികാവ് കേന്ദ്രീകരിച്ചുകൊണ്ട് വണ്ടൂർ സോണിന് കീഴിലുള്ള 11 ക്ലിനിക്കുകളിലെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അതായത് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന, കൊണ്ടു നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഭാരവാഹികളുടെ ഒരു കൂട്ടായ്മ പരിശീലനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. 9 ക്ലിനിക്കുകളിൽ നിന്നായിട്ട് 60ഓളം പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ക്ലിനിക്കിൻ്റെ തുടക്കം എങ്ങനെയാവണമെന്ന് തുടങ്ങി അതിലുള്ള എല്ലാ ഭരണപരമായ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹോം കെയറുമായി ബന്ധപ്പെട്ട് രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുവഴി സാമ്പത്തിക സമാഹരണ മാർഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത ശേഷം പ്രവർത്തനങ്ങളിലൂടെ അടുത്ത ഒരു വർഷത്തെ പ്ലാനിങ് എങ്ങനെയാവണം എന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും 1-ാം ദിവസം ചർച്ച ചെയ്യുന്നുണ്ട്. 2ാമത്തെ ദിവസം എന്നുള്ള രീതിയിൽ അടുത്ത ഒരാഴ്ച ഏതെങ്കിലും ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. ആ ദിവസം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ക്വാളിറ്റി കെയർ, രോഗപരിചരണത്തിൻ്റെ ഭാഗമായി ഒരു രോഗിക്ക് നല്ല രീതിയിലൊരു പരിചരണം രോഗിയുടെയും കുടുംബത്തിൻ്റെയും അവകാശമാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് 2ാം ദിവസത്തിൻ്റെ മൊഡ്യൂളായിട്ട് വരുന്നത്. 3-ാം ദിവസം പാലിയേറ്റീവിൻ്റെ കൃത്യമായ നയനിലപാടുകൾ എങ്ങനെയാവണം, പാലിയേറ്റീവിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി നാം എന്തെല്ലാം കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് 3ാമത്തെ ദിവസം വരുന്നത്. ഇങ്ങനെ മെയ് 25-നകം, 2026 മെയ് 25-നകം മലപ്പുറം ജില്ലയിലെ 75 ക്ലിനിക്കുകളിലെയും മലപ്പുറം ഈസ്റ്റിലെ 75 ക്ലിനിക്കുകളിലെയും പ്രധാന ഭാരവാഹികളെ വരുന്ന എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിവിപുലമായ ഒരു അടിസ്ഥാന പരിശീലന പദ്ധതിയാണ് MIP ഈസ്റ്റ് മലപ്പുറം ജില്ലാ സംവിധാനം ഇതുവഴി ഉദ്ദേശിക്കുന്നത്. MIP പ്രതിനിധികളായ നജീബ് മാസ്റ്റർ, കബീർ വണ്ടൂർ, റിയാസ് മാസ്റ്റർ എന്നിവർ വിവിധ സെഷനുകളിലെ വിഷയാവതരണം നടത്തി. തുടർന്ന് 3 ഗ്രൂപ്പുകളായി തിരിച്ച് പ്രത്യേക ചർച്ചയും നടത്തി. ഗ്രൂപ്പ് ചർച്ചകളിൽ കൂടി ഓരോ ക്ലിനിക്കിന്റെയും നിലവിലെ അവസ്ഥയെക്കുറിച്ചും ചർച്ച ചെയ്തു. ഗ്രൂപ്പ് തല ചർച്ചകൾക്ക് MIP പ്രതിനിധികളായ അഷ്റഫ് മമ്പാട്, ജോർജ് ചെറിയാൻ, യഹ്യ പോരൂർ എന്നിവർ നേതൃത്വം നൽകി. ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം അഭിപ്രായങ്ങൾ ഗ്രൂപ്പ് ലീഡർമാർ ക്രോഡീകരിച്ച് പൊതുചർച്ചയ്ക്കായി അവതരിപ്പിക്കുകയും ചെയ്തു. ക്ലിനിക് തലത്തിൽ ഭാരവാഹികൾ കൂടിയാലോചിച്ച് തയ്യാറാക്കേണ്ട അസൈൻമെന്റ് MIP പ്രതിനിധി യൂസഫ് കരുവാരുകുണ്ട് വിശദീകരിച്ചു. എല്ലാ ക്ലിനിക്കിൽ നിന്നും ഓരോ പ്രതിനിധി പരിശീലന പരിപാടിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. വണ്ടൂർ സോൺ സെക്രട്ടറി മുഹമ്മദ് മുബാറക് സ്വാഗതവും കാളികാവ് പാലിയേറ്റീവ് ക്ലിനിക് ജനറൽ സെക്രട്ടറി അബു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.